ഗൈസ്, അങ്ങനെ നമ്മൾ കുറേ നാൾക്ക് ശേഷം ഒരു സാറ്റർഡേ നമ്മൾ പുറത്തിറങ്ങിയേക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു സാറ്റർഡേ നമ്മളിപ്പോൾ ചുമ്മാ ഒരു വിമ്മിങ് നേച്ചർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പ്ലാൻ ചെയ്ത് പോകാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഉണ്ട് പുറകിൽ. നമ്മുടെ ബസ്സിനാണ് പോകുന്നത്. ഇവിടെ നിന്ന് അധികം ദൂരമില്ല ബസ്സിന്. അപ്പോൾ നമ്മുടെ കൂടെ 2 ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അവരും നമ്മളും കൂടിയിട്ടാണ് നമ്മൾ ഈ സ്ഥലത്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം കുറേ നാളായി ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ ഒന്ന് പോയിട്ട്. അപ്പോൾ കുറച്ച് ദൂരം നടന്നു. അതാണ് ഞാൻ ഇങ്ങനെ കിതച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി ബസ്സിലേക്ക് കയറിയിട്ട് കാണാം. നമ്മൊരു ഹായ് പറഞ്ഞേ. ഹായ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത്. സോ ഇറ്റ് വിൽ ബി ഫൺ ഐ തിങ്ക് ആൻഡ് ഐ എം വെരി എക്സൈറ്റഡ്. സോ ലെറ്റ്സ് സീ. ശേഷമാണ് കേട്ടോ ഞാൻ ഒരു വ്ളോഗ് എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നെന്തോ പയ്യെ തന്നെ വ്ളോഗ് എടുക്കാനുള്ളൊരു ഒരു മൂഡ് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊക്കെ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്തിട്ടേക്കാമെന്ന് വിചാരിച്ചു. നമ്മളധികം കാലങ്ങൾ എവിടെയാണെന്നും എങ്ങോട്ടാണ് നമ്മൾ പോകുന്നതും ഒന്നും അറിയത്തില്ലല്ലോ. ഇനി നമ്മൾ ഇന്നലെ ഈ സ്ഥലം ഇനി വിസിറ്റ് ചെയ്യാനും പോകുന്നില്ല. ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വ്ളോഗ് എടുക്കുന്നത്. പിന്നെ മമ്മിയും പപ്പയൊക്കെ വരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് എന്തായാലും അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പം 1 month ആയിട്ട് ഏകദേശം മമ്മിയും പപ്പയൊക്കെ വന്നിട്ട് UK ആൻഡ് അവരടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുവാണ്. അല്ലേ മമ്മ? കണ്ടുകൊണ്ട് മമ്മിക്ക് ഇഷ്ടമായിരിക്കും. എന്നിട്ട് നല്ല ക്യൂട്ട് സ്ഥലങ്ങൾ, കാണാൻ മനോഹരമായ സ്ഥലങ്ങൾ, എല്ലാം നല്ല നല്ല ബിൽഡിങ്ങുകളും റോഡുകളും എല്ലാം നന്നായിട്ടുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് ഇവിടെ ഒരു വലിയൊരു ചേർച്ച് ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരു വലിയ യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. ഷെഫീൽഡ് യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ അല്ല ഞാൻ പഠിച്ചത്, വേറൊരു ഹലാം യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിച്ചത് കേട്ടോ. ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ഈ യൂണിവേഴ്സിറ്റി. അപ്പോൾ നമ്മളിത് പോയിക്കൊണ്ടിരിക്കുവാണ്. പപ്പയും സാലിഷ് ബ്രോയും കൂടി പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പുതിയൊരു ക്യാമറ മേടിച്ചു. അപ്പോൾ സാധാരണ സാലിഷ് ബ്രോയുടെ കയ്യിൽ കിടക്കുന്നത് കണ്ടോ. പപ്പയാണ് ബാഗൊക്കെ ചുമന്ന് പോകുന്നത്. ഐ തിങ്ക് ഇന്ന് നല്ലൊരു കാലാവസ്ഥയുണ്ട്. ഒരു പുറത്തേക്ക് പോകാൻ പറ്റിയൊരു കാലാവസ്ഥയാണിന്ന്. നമ്മളപ്പോൾ ബസ് സ്റ്റോപ്പിലെത്തിയിട്ടാണ്. ക്ലോസ് ഓഫ് റോഡിൽ നിന്നാണ് നമ്മൾ ബസ് കയറുന്നത്. നമ്മുടെ ഫ്രണ്ട് ഈ സെയിം ബസ്സിൽ തന്നെ വേറെ സ്റ്റോപ്പിൽ നിന്ന് കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. മറ്റേ ഫ്രണ്ട് വേറെ ഇതിന് മുന്നത്തെ ബസ്സിൽ കയറിപ്പോയി. അപ്പം നമ്മൾ 3 ആളിപ്പോൾ 3 ബസ്സിൽ പോലെയാണ്. സാറില്ല, എന്തായാലും ഡെസ്റ്റിനേഷൻ സെയിം ആയിരുന്നു. നമ്മൾ എല്ലാവരും സെയിം സ്ഥലത്തെത്തും. അപ്പോൾ നമ്മളിനി ബസ്സിൽ കയറാം. നമ്മളപ്പോൾ ബസ് സ്റ്റോപ്പിൽ നോക്കിയിരിക്കുവാണ് കേട്ടോ. എനിക്ക് തോന്നുന്നൊരു 5 minutesനുള്ളിൽ നമ്മുടെ ബസ് വരും. 51 ആണ് നമ്മുടെ ബസ്. അപ്പോൾ അത് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് നമ്മുടെ ബസ്. നമ്മൾ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല. അതെന്തൊന്നും പറയാനില്ലാത്ത ഞാൻ ആ കാണാൻ പോകുന്ന സ്ഥലത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഇങ്ങനെയുള്ളതായിരിക്കും. ഇപ്പം നമ്മൾ വിൻ്റർ ആയതുകൊണ്ട് എല്ലാം ഇലയൊക്കെ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് അധികം ഭംഗി ഉണ്ടാവില്ല. പക്ഷെ എന്തായാലും നമ്മൾ പോയാലേ പറ്റൂ. അങ്ങനെ നമ്മളിപ്പോൾ ബസ്സിൽ കയറി കേട്ടോ. അപ്പം നമ്മൾക്ക് ബസ്സിൽ നിന്ന് നമ്മുടെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ഹായ്. അപ്പോൾ നമുക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ നല്ല നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അത്യാവശ്യം വെയിലൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും വെയിലുണ്ടാവുമെന്ന് വിചാരിക്കും. ഞാൻ നോക്കിയില്ല ഇത്രയും പോലും. അപ്പോൾ ജീഞ്ച ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇതാണ് നമ്മുടെ പ്ലേസ്. ഉണ്ട് കൊള്ളാവോ? നമ്മളങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങിട്ടോ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഒരു 30 minutes നടക്കണം എന്നാണ് പറയണത്. പക്ഷെ നമ്മൾ നല്ല രസമുള്ളൊരു സ്ഥലത്തിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, വെരി ബ്യൂട്ടിഫുൾ സ്ഥലം. ജസ്റ്റ് ലവ് ഇറ്റ്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മളൊരു വില്ലേജ് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. വരുന്നവരും പോണവരൊക്കെ നമുക്ക് ഹായ് തരുന്നുണ്ട് ഇവിടെ. സർവ്വസാധാരണ നമ്മളൊക്കെ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. പപ്പ ഹായ്. ഹായ്.
ജീൻ ഹായ്. അവിടെ നിക്ക് 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 നിക്ക്. മനോഹരമായ കാഴ്ച. നമുക്ക് മുമ്പേ പോയ ഫ്രണ്ട് നമുക്ക് മുമ്പേ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഫോട്ടോഗ്രാഫർ നിശ്ചൽ. എല്ലാവരും ഭയങ്കര ഫോട്ടോഗ്രാഫേഴ്സ് ആട്ടോ. ഫോട്ടോ എടുക്കുന്നതിനാണെന്നറിയോ ഇത് വൈമിംഗ് ബ്രൂക്ക് ഫാം. അതിൻ്റെ ബോർഡാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. മഴക്കാരാണല്ലോ. അയ്യോ പപ്പ. ഗൈസ് നമുക്കിത് അടുത്ത ആളെ കിട്ടിയേക്കുവാണ് കേട്ടോ. ഇവൻ ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് നടക്കുമായിരുന്നു. ലിബിൻ എന്താണ് പറയാനുള്ളത്? ആ കൈ മുറിഞ്ഞു. ഫോൺ ഓൺ ക്യാമറ എടുത്തു. അപ്പം അതിൻ്റെ ഒരു ഇതിലാണ് കേട്ടോ. അടുത്തൊരാൾ ഇവിടെ ഫോണും പിടിച്ചിരിക്കുകയാണ്, അല്ല ക്യാമറ പിടിച്ചിരിക്കുവാണ്. ബാക്കി എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ആൽബി ചെളിയിൽ ചവിട്ടാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്ഥലം ഇഷ്ടമായി. നല്ല രസമുണ്ടാ? എന്തെങ്കിലും പറയാനുണ്ടോ? ണ്ട് ചവിട്ടിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ട്? അടിപൊളിയാണോ ഗൈസ്? അപ്പൊ നമ്മളിതേ ഒരു ട്രാക്ടർ പോയ വഴി കൂടെയൊക്കെയാണ് ഇപ്പൊ പോകുന്നത്. കണ്ടോ, ഇങ്ങനത്തെ ഒരു ചളി വെളിഞ്ഞൊരു വഴിയാണ് കേട്ടോ. പക്ഷെ രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എന്തോ ഒരു ഭംഗിയുണ്ട് ഈ വഴിക്ക്. കട കണ്ടോ കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ കട. ഒരു ചെറിയ കഫേ, ബ്ലൂ മൂവ് കഫേ. അപ്പോൾ അവിടെ നമ്മൾ ഒരു ഇപ്പം ഹോട്ട് ചോക്ലേറ്റ് മേടിച്ചു. അപ്പോൾ അതാണ് മമ്മി ഇപ്പോൾ കുടിക്കുന്നത് കേട്ടോ. എങ്ങനെയുണ്ട് മമ്മി? ഇഷ്ടപ്പെട്ടോ? പപ്പ ഇവിടെ കുടിക്കുന്നുണ്ട്, മമ്മിയോടെ കുടിക്കുന്നുണ്ട്. ഇവിടെ രണ്ടാളും ഉണ്ട് കേട്ടോ. ഫോട്ടോഗ്രാഫിയാണ് ഇവിടെ. സലീഷാണ് ഫോട്ടോ എടുക്കുന്നത്. എങ്ങനെയുണ്ട് ലിബിൻ? കിട്ടില്ല. എന്താണ് ഉയരം കൂടുമ്പോഴത്തേക്കും ചായയുടെ ടേസ്റ്റും കൂടും എന്ന് പറയുന്നത്. അൽബി എങ്ങനെയുണ്ട്? സൂപ്പർ. സൂപ്പർ. സലീഷ് ബ്രോ സൂപ്പർ. എങ്ങനെയുണ്ടടാ? ഇഷ്ടപ്പെട്ടോ? പുതിയ ക്യാമറ കാണിക്കാൻ കേട്ടോ സലീഷ് ബ്രോ. അപ്പോൾ അവിടെ ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതല്ല കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷൻ, ഇതല്ല ആക്ച്വലി. പക്ഷെ നമ്മൾ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല ആ ഡെസ്റ്റിനേഷനിൽ. മിക്കവാറും ഇപ്പം തന്നെ സൺസെറ്റ് ആവും. അതുകൊണ്ട് ചിലപ്പോൾ ആ ഡെസ്റ്റിനേഷൻ പോകുന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇത് ഭയങ്കര രസമുണ്ട് ഗൈസ്. നോക്കിയേ എന്ത് രസം നോക്കിയാൽ കാണാൻ വേണ്ടി. ഇറ്റ്സ് സോ ഗുഡ്. നമുക്ക് ഒരുപാട് നല്ല ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് 2 ക്യാമറ ഉള്ളതുകൊണ്ട് അടിപൊളി കുറേ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും അത് ഇതിൻ്റെ അകത്ത് എന്തായാലും ആഡ് ചെയ്യാം കേട്ടോ. ആയിട്ട് കുടിക്കുന്ന മമ്മ, ഫോട്ടോ എടുക്കുന്ന മോൻ, ഇവിടെ ഹോട്ട് ചോക്ലേറ്റ് കുടിക്കുന്ന പപ്പ, ഫോട്ടോ എടുക്കുന്ന 2 എണ്ണങ്ങൾ. കിളികളോ? കിളികൾ അതോ മൊഴികൾ നിറഞ്ഞതോ. അയ്യോ ഗൈസ്, എനിക്ക് ഇങ്ങനത്തെ അഡ്വഞ്ചറസ് പേടിയാണ്. പക്ഷെ മമ്മ പോണത് കണ്ടോ, വളരെ സ്പീഡിലാണ് പോകുന്നത് ഇവര്. എനിക്ക് പേടിയാണ് കുറച്ച്. ആ കുറച്ച് പേടിയാണ്. എനിക്ക് പേടിയാവുന്നുണ്ട്. അയ്യോ എന്നാ പോ. നമ്മളൊരു പാതകളില്ലാത്ത ഒരു പാതകളിൽ കൂടെയാണ് പോകുന്നത്. പാതകളില്ലാത്ത പാതകൾ എന്ന് വെച്ചാൽ എന്താണ്? ഓ മൈ ഗോഡ്. 65 വയസ്സുള്ള മമ്മിയെ പോണ അവിടെ കേട്ടാ. എനിക്ക് അത്ര വയസ്സല്ല.
നീ ഒന്നെങ്കിൽ ഇറങ്ങാ ഒന്നെങ്കിൽ ഇറങ്ങാ അല്ലെങ്കിൽ ഫോൺ നോക്കി നിൽക്കാം. ഇത്ര നല്ല സ്റ്റെപ്പുകൾ ഉണ്ടായിട്ട് ആരാ ആൽബിനൊക്കെയാ എനിക്കുണ്ട് തൊപ്പി. You know, this place is so good. It looks so beautiful. You know, ഇവിടെ കുറച്ച് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഒക്കെ ഉണ്ട്. ഇപ്പം എല്ലാവരും തിരിച്ച് നടക്കാണ് കേട്ടോ. എല്ലാവരും വരിവരിയായിട്ട് മഴ ചാറുന്നുണ്ട്. ഗൈസ്, അപ്പം നമ്മൾ നല്ല മഴ പെയ്തപ്പോഴത്തേനും പിന്നെ നമ്മൾ വ്ളോഗൊന്നും എടുത്തില്ല കേട്ടോ. അപ്പം അതിൻ്റെ പേര് തന്നെ സ്റ്റെപ്പിംഗ് സ്റ്റോണിലല്ലേ, അവിടെ എത്തിയപ്പോഴത്തേനും ഭയങ്കര മഴ പെയ്തു. അതുകൊണ്ട് നമ്മൾ ഫോൺ എടുത്തില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മളിപ്പോൾ തിരിച്ച് ബസ്സിൽ കയറി. ഇനി നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി പോവാണ്. നമ്മളുടെ ഒരു മലയാളി കടയിലാട്ടോ പോണത്. അപ്പോൾ ഓക്കെ, രണ്ടുപേരും അവിടെ ഇരിക്കുന്നുണ്ട്, രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ പപ്പയും സലീഷും ബാക്കിലിരിക്കുന്നുണ്ട്. ഡ്രൈവർ ഫ്രണ്ടിൽ, ഡ്രൈവർ താഴെ.